നമസ്കാരം. PM ശ്രീ പദ്ധതി നടപ്പിലാക്കുന്നതിൽ കഴിഞ്ഞ LDF സർക്കാരിന് ഗുരുതര വീഴ്ച സംഭവിച്ചെന്ന സത്യം തുറന്നു പറഞ്ഞ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായിരുന്ന ഡോക്ടർ രതീഷ് കാളിയാടനെ പടിക്ക് പുറത്താക്കാൻ CPM തീരുമാനം. പാർട്ടിയുമായി ഇനി അദ്ദേഹത്തെ യാതൊരു കാരണവശാലും സഹകരിപ്പിക്കേണ്ടതില്ല എന്നാണ് വിലയിരുത്തൽ. അതേസമയം ശക്തമായ കമ്മ്യൂണിസ്റ്റ് ആശയ അടിത്തറയുള്ള കാളിയാടന്റെ വാദങ്ങളെ രാഷ്ട്രീയമായി പ്രതിരോധിക്കാൻ മറ്റാരെയുമല്ല മുതിർന്ന നേതാവും കേന്ദ്ര കമ്മിറ്റി അംഗവുമായ KK ശൈലജ ടീച്ചറെ തന്നെ CPM ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ PM ശ്രീ പദ്ധതി നടപ്പിലാക്കുന്ന വിഷയത്തിൽ കഴിഞ്ഞ LDF സർക്കാർ യാതൊരു വീഴ്ചയും വരുത്തിയിട്ടില്ലെന്ന ന്യായീകരണവുമായാണ് KK ശൈലജ രംഗത്തെത്തിയത്. പദ്ധതി സംസ്ഥാനങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കം ഫെഡറൽ തത്വങ്ങൾക്ക് വിരുദ്ധമാണെന്നും PM ശ്രീ കേരളത്തിൽ നടപ്പിലാക്കില്ലെന്ന വ്യക്തമായ നിലപാട് ഇടത് സർക്കാർ നേരത്തെ തന്നെ കേന്ദ്രത്തെ അറിയിച്ചിരുന്നതായും ശൈലജ ടീച്ചർ വാദിക്കുന്നു. മലയാളം വാരികയിൽ പ്രസിദ്ധീകരിച്ച PM ശ്രീ വാക്കുമുറപ്പും മറക്കുന്ന വിദ്യ എന്ന ലേഖനത്തിലൂടെയാണ് ഡോക്ടർ രതീഷ് കാളിയാടൻ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന V ശിവൻകുട്ടിയുടെ നിലപാടുകൾ തള്ളി CPMനെ കടുത്ത പ്രതിരോധത്തിലാക്കിയത്. അക്കാദമിക രംഗത്ത് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ കൃത്യമായി ഉയർത്തിപ്പിടിക്കുകയും പിണറായിയുടെ വിശ്വസ്തനായി നിന്ന് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ അണിയറ ശില്പിയായി പ്രവർത്തിക്കുകയും ചെയ്ത കാളിയാടൻ എഴുതിയ വിവരങ്ങൾ CPMന്റെ പ്രചരണങ്ങളെ പാടെ തകർത്തു. ദേശീയ വിദ്യാഭ്യാസ നയം 2020 നടപ്പിലാക്കാനുള്ള കേന്ദ്ര പദ്ധതിയായ PM ശ്രീയിൽ സംസ്ഥാനത്തിന് സ്വന്തം പാഠ്യപദ്ധതി പ്രകാരം വിട്ടുവീഴ്ച ചെയ്യാനാകുമെന്ന് CPM പ്രചരണം വെറും വ്യാമോഹം മാത്രമാണെന്നാണ് കാളിയാടൻ തുറന്നടിച്ചത്. അതിനു പുറമെ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ച ശേഷം ഏകപക്ഷീയമായി കരാറിൽ നിന്നും പിന്മാറാൻ സംസ്ഥാന സർക്കാരിന് കഴിയില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. ഇടത് സംഘടനകളും CPMഉം UDF സർക്കാരിനോട് പദ്ധതിയിൽ നിന്നും പിന്മാറണമെന്ന് ആവശ്യപ്പെടുമ്പോഴാണ് സ്വന്തം ആളിൽ നിന്ന് തന്നെ ഈ തിരിച്ചടി ഉണ്ടായത്. LDF ഭരണകാലത്ത് മന്ത്രിസഭയുടെ അന്തിമ അനുമതിയില്ലാതെയാണ് PM ശ്രീ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചതെന്നും അത് നടപടിക്രമത്തിലെ ഗുരുതരമായ അപാകതയാണെന്നും രതീഷ് ചൂണ്ടിക്കാണിക്കുന്നു. അന്ന് മന്ത്രിസഭയിൽ എതിർപ്പറിയിച്ച CPI മന്ത്രിമാരുടെ നിലപാടിനെ ശരിവെക്കുന്നതായിരുന്നു ഇത്. ഇതോടെ മുൻ സർക്കാരിന്റെ ഇരട്ടത്താപ്പും വീഴ്ചകളും ഭരണപരമായ അപാകതകളും ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടപ്പെട്ടു. സാധാരണ ഇത്തരം വിമർശനങ്ങൾ ഉയരുമ്പോൾ രണ്ടാം നിര നേതാക്കളെ വിട്ട് മാധ്യമ സൃഷ്ടി എന്ന് തള്ളിക്കയറാനുള്ള CPM രതീഷ് കാളിയാടന്റെ കാര്യത്തിൽ അതീവ ജാഗ്രതയിലാണ്. കാളിയാടന്റെ വിഷയാധിഷ്ഠിത അറിവും കമ്മ്യൂണിസ്റ്റ് അടിത്തറയും തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് അദ്ദേഹത്തെ നേരിടാൻ ശൈലജ ടീച്ചറെ പോലൊരു ഉന്നത നേതാവിനെ തന്നെ നിയോഗിച്ചത്. നീറ്റ് പരീക്ഷ സംസ്ഥാനങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിച്ച പോലെ കേന്ദ്രം അടിച്ചേൽപ്പിച്ചതാണ് PM ശ്രീ എന്ന വാദമുയർത്തി രതീഷിന്റെ ലേഖനത്തിന്റെ മൂർച്ച കുറയ്ക്കാനാണ് ശൈലജ ടീച്ചറുടെ ശ്രമം. എന്നാൽ പിണറായിയുടെ നിഴലായി നടന്ന് പാർട്ടിക്ക് വേണ്ടി ചിന്തിക്കുകയും പദ്ധതികൾ തയ്യാറാക്കുകയും ചെയ്ത ഒരാൾ സത്യം വിളിച്ചു പറഞ്ഞത് CPMനെ കടുത്ത അമർഷത്തിലാക്കിയിട്ടുണ്ട്. കണ്ണൂർ പാർട്ടിയുടെ എതിർപ്പുകൾ മറികടന്നാണ് 2021 പിണറായി വിജയൻ കാളിയാടനെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി ഒപ്പം കൂട്ടിയത്. 2016 നവകേരള മാർച്ച്, നവകേരള സദസ് എന്നിവയുടെയൊക്കെ അണിയറ സംഘാടകനായ ഈ വിശ്വസ്തൻ തന്നെയാണ് ഇപ്പോൾ പാർട്ടിയുടെ നിലപാടുകളെ ചോദ്യം ചെയ്തിരിക്കുന്നത്. സംസ്ഥാനത്തിന് രാഷ്ട്രീയ തീരുമാനമെടുത്ത് ഫണ്ട് ഉപേക്ഷിക്കാനുള്ള സാധ്യത ലേഖനത്തിൽ പറയുന്നുണ്ടെങ്കിലും ഏകപക്ഷീയ പിന്മാറ്റം സാധ്യമല്ലെന്ന അക്കാദമിക് വിലയിരുത്തൽ വരാനിരിക്കുന്ന സമരങ്ങളെപ്പോലും പ്രതിരോധത്തിലാക്കുമെന്ന് CPM ഭയക്കുന്നുണ്ട്. ഇതോടെയാണ് കാളിയാടനുമായുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിക്കാനും അദ്ദേഹത്തെ ഇനി ഒരു തരത്തിലും പാർട്ടിയുമായി സഹകരിപ്പിക്കേണ്ടതില്ല എന്നും തീരുമാനം വന്നത്.